നമസ്കാരം. മൈ ഡിവൈൻ വർഷിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജൂലൈ 29 ബുധനാഴ്ച ഗുരുപൂർണിമയാണ്. എന്താണ് ഗുരുപൂർണിമ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ഗുരുക്കന്മാരെ സ്മരിക്കുന്ന ഒരു ദിവസം കൂടിയാണ്. ഗുരുക്കന്മാരെ പൂജിക്കുന്ന, പാദപൂജ ചെയ്യുന്ന ഒരു ദിവസമായിട്ടാണ് ഗുരുപൂർണിമ അനുഷ്ഠിക്കുന്നത്. ഗുരു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മളെ നേർവഴിക്ക് നയിക്കുന്ന ആളാണ് ഗുരു. നമ്മുടെ എല്ലാവരുടെയും ആദ്യ ഗുരു എന്ന് പറയുന്നത് നമ്മുടെ മാതാപിതാക്കളാണ്. മാതാ, പിതാ, ഗുരു, ദൈവം എന്നാണല്ലോ. അതിൽ തന്നെ അമ്മയാണ് നമുക്ക് ആദ്യം എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നത്. അതിനുശേഷം അച്ഛൻ പറഞ്ഞു തരും. പിന്നെ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിന്, നമുക്ക് കൂടുതൽ അറിവ് നേടുന്നതിന് വേണ്ടി ഒരു ഗുരുവിന്റെ അടുക്കൽ പോവുകയാണ് ചെയ്യാറുള്ളത്. സംസ്കൃതത്തിൽ ഗുരു എന്ന വാക്കിന് അർത്ഥം എന്ന് പറയുന്നത് ഗു എന്നാൽ അന്ധകാരം എന്നും രു എന്നാൽ ഇല്ലാതാക്കുന്നവൻ എന്നുമാണ്. അതായത് നമ്മുടെ മനസ്സിന്റെ അന്ധകാരത്തിനെ ഇല്ലാതാക്കുന്നവൻ ആരാണോ അവനാണ് ഗുരു എന്നുള്ളതാണ്. എല്ലാ വർഷവും ആഷാഢ മാസത്തിലെ പൗർണമി ദിവസമാണ് നമ്മൾ ഗുരുപൂർണിമയായി ആഘോഷിക്കാറുള്ളത്. ഗുരുപൂർണിമയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ശ്രീ ബുദ്ധൻ തന്റെ ആദ്യോപദേശം നൽകിയതിന്റെ ഓർമ്മയ്ക്കായിട്ട് ബുദ്ധമത അനുയായികൾ ഈ ദിവസം ആഘോഷിക്കുന്നത്. എന്നാൽ നമ്മൾ ഹിന്ദുക്കൾ ഗുരുക്കന്മാരിൽ ഒരാളായ, നമ്മുടെ പ്രധാന ഗുരുക്കന്മാരിൽ ഒരാളായ വ്യാസ മഹർഷിയെ അനുസ്മരിച്ചാണ് ഈ ദിവസം കൊണ്ടാടുന്നത്. അതുകൊണ്ട് ഈ ദിവസം വ്യാസപൂർണിമ എന്നും പറയപ്പെടുന്നുണ്ട്. വ്യാസമഹർഷിയുടെ ജന്മദിനം കൂടിയാണിത്. ബ്രഹ്മസൂത്രം എഴുതി തീർത്തത് ഈ ദിവസമാണെന്നാണ് വിശ്വാസം. ഗുരുപൂർണിമ ദിവസം നമുക്ക് എന്തെല്ലാമാണ് ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് നോക്കാം. അതിനു മുൻപ് പൗർണമി തിഥി ആരംഭിക്കുന്നത് ജൂലൈ 28 ചൊവ്വാഴ്ച സന്ധ്യയ്ക്ക് 6:18 മുതൽ ജൂലൈ 29 രാത്രി 8:05 വരെയാണ് പൗർണമി തിഥി ഉള്ളത്. ചന്ദ്ര പൊങ്കാലയൊക്കെ ഇടേണ്ടത് ജൂലൈ 29 ബുധനാഴ്ച സന്ധ്യയ്ക്കാണ്. അതുപോലെ ലക്ഷ്മി പൂജ ചെയ്യാം, ഗുരുപൂജ ചെയ്യാം. ഇതെല്ലാം തന്നെ നമുക്ക് ജൂലൈ 29 ചെയ്യേണ്ടത്. ജൂലൈ 28 സന്ധ്യ മുതൽ അടുത്ത ദിവസം രാത്രി വരെ പൗർണമി തിഥിയാണ്. ചന്ദ്രനെ നമുക്ക് ആകാശത്ത് വളരെയധികം ഭംഗിയോടുകൂടി കാണാൻ സാധിക്കുന്ന ദിവസം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ 28 രാത്രിയിൽ നമുക്ക് മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് ഒക്കെ തന്നെ ചെയ്യാവുന്നതാണ്. കാരണം ആ ഒരു രാത്രി മുഴുവൻ ചന്ദ്രന്റെ കിരണങ്ങൾ വളരെയധികം നല്ലതുപോലെ തന്നെ ഭൂമിയിൽ പതിക്കുന്ന ദിവസമാണ്. മാനിഫെസ്റ്റേഷൻ ടെക്നിക് എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ നമ്മൾ വാട്ടർ മാനിഫെസ്റ്റേഷൻ ടെക്നിക്കിനെ കുറിച്ചാണ് പറയുന്നത്. ഒരു കണ്ണാടി കുപ്പിയിൽ വെള്ളം എടുത്തിട്ട് പൂർണ്ണചന്ദ്രനെ നോക്കി ഇരിക്കുക. നമുക്ക് ഇരിക്കാൻ സൗകര്യമുള്ള ഒരു സ്ഥലത്ത്, ഒന്നുകിൽ ടെറസിൽ പോയി ഇരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ വീടിന്റെ മുൻവശത്തോ ഏത് ഭാഗത്താണെങ്കിലും ചന്ദ്രനെ കാണാവുന്ന രീതിയിൽ സേഫ് ആയിട്ട് ഇരിക്കുക. കയ്യിൽ ഒരു കുപ്പി വെള്ളം വയ്ക്കുക. എന്നിട്ട് ചന്ദ്രനോട് നമ്മുടെ ആഗ്രഹം എന്താണോ സാധിച്ചു കിട്ടേണ്ടത് അത് സാധിച്ചു നൽകുന്നതിനായിട്ട് പ്രാർത്ഥിക്കുക. ഓം ചന്ദ്രായ നമ എന്ന് ചൊല്ലിയാൽ മതി. എത്ര നേരം നമ്മൾ ആ കുപ്പിയും പിടിച്ചുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞാൽ ഒരു 5 മിനിറ്റ് ഒക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ വളരെ നല്ലതാണ്. അങ്ങനെ ചന്ദ്രനെ നോക്കിയിരിക്കുമ്പോൾ നമ്മുടെ തലയ്ക്ക് മുകളിലൂടെ, ശരീരത്തിലൂടെ, പാദങ്ങളിലൂടെ ആ ഒരു കിരണങ്ങൾ പോകുന്നതായി ഒന്ന് സങ്കല്പിക്കുക കൂടി ചെയ്യുക. ഇതിനെയാണ് നമ്മൾ മൂൺ ബാത്ത് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ബോഡി മുഴുവൻ ചന്ദ്രകിരണങ്ങൾ പാസ്സാടി പോവുക എന്നുള്ളതാണ്. അതും വളരെ നല്ലതാണ് മൂൺ ബാത്ത്. പിന്നെ വെള്ളം, ആ വെള്ളം നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ ചന്ദ്രനോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ വെച്ചിട്ട് അതിനുശേഷം ആ വെള്ളം ചന്ദ്രകിരണങ്ങൾ ഏൽക്കുന്നതിന് വേണ്ടി ആ കുപ്പി നല്ലതുപോലെ അടച്ചു വെക്കാം. നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് കുപ്പി തുറന്നു വെക്കാവുന്നതാണ്. പിന്നെ അടച്ചു വെക്കുന്നത്, നമ്മൾ അടച്ചു വെക്കാതിരുന്നാൽ എന്തെങ്കിലും ഒക്കെ ജീവികൾ, അതായത് ഈ പറക്കുന്ന ചെറിയ ചെറിയ പ്രാണികളൊക്കെ ആ വെള്ളത്തിൽ വീണു പോകും. അടുത്ത ദിവസം നമുക്കത് കുടിക്കേണ്ട വെള്ളമാണ്. അതുകൊണ്ടാണ് അടച്ചു വെക്കണമെന്ന് പറയുന്നത്. ആ ഒരു ദിവസം രാത്രി മുഴുവൻ അങ്ങനെ ചന്ദ്രകിരണങ്ങൾ ഏൽക്കുന്ന രീതിയിൽ വെക്കാൻ സാധിക്കുമെന്നുള്ളവർക്ക് അങ്ങനെ വെക്കാം. അല്ലെങ്കിൽ രാത്രി ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ വീടിനുള്ളിലേക്ക് എടുത്തിട്ട് അടുത്ത ദിവസം ആ വെള്ളം കുടിക്കാവുന്നതാണ്. വീടിന് പുറത്താണ് വെക്കുന്നതെങ്കിൽ അടുത്ത ദിവസം സൂര്യൻ ഉദിക്കുന്നതിന് മുൻപായിട്ട് തന്നെ ആ കുപ്പി വീടിനുള്ളിലേക്ക് എടുക്കണം. കാരണം ചന്ദ്രകിരണങ്ങൾ ഏറ്റ ആ വെള്ളത്തിൽ പിന്നെ സൂര്യകിരണങ്ങൾ ഏൽക്കുമ്പോൾ ചന്ദ്രകിരണങ്ങളുടെ ആ ഒരു പവർ ഇല്ലാതായി പോകും. അതിനാണ് സൂര്യോദയത്തിന് മുൻപ് ഒരു 5:30 ആകുമ്പോൾ തന്നെ, രാവിലെ 5:30 ആകുമ്പോൾ തന്നെ ആ കുപ്പി വീടിനുള്ളിലേക്ക് എടുക്കണം. അപ്പോൾ ഇത് നമുക്ക് ട്യൂസ്ഡേ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇനിയിപ്പോൾ ട്യൂസ്ഡേ ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളവർക്ക് ബുധനാഴ്ച രാത്രിയും ചെയ്യാവുന്നതാണ്. കാരണം ബുധനാഴ്ച മുഴുവൻ നമ്മൾ പറയുമല്ലോ നിറഞ്ഞ പൗർണമിയാണ്.
അതുകൊണ്ട് തന്നെ ആ ഒരു ദിവസവും രാത്രിയിൽ ഇത് ചെയ്യാവുന്നതാണ്. പൗർണമി തിഥിയിൽ ചെയ്യുന്നതിന്റെ ആ ഒരു ഫലം നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ചൊവ്വാഴ്ച രാത്രി തന്നെ ചെയ്യണം. എന്തെങ്കിലും കാരണങ്ങളാൽ ചൊവ്വാഴ്ച സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ മാത്രം ബുധനാഴ്ച ചെയ്യുക. ഇനി നമുക്ക് ഗുരുക്കന്മാരുടെ അനുഗ്രഹം എന്ന് പറയുമ്പോൾ, എല്ലാ പൗർണമിയിലും നമ്മൾ ലക്ഷ്മി പൂജയാണ് ചെയ്യാറുള്ളത്. എന്നാൽ ഈ പൗർണമിയിൽ നമ്മൾ നമ്മുടെ ഗുരുവിനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. ഗുരു എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അവരവരുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഗുരു ഉണ്ടായിരിക്കും. നമുക്ക് അറിവ് നൽകുന്നത് ഗുരുവാണ്. നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്ന ഏതൊരാളും ഗുരുവാണ്. അപ്പോൾ ആ ഒരു ഗുരുവിന് നന്ദി പറയുന്ന ഒരു ദിവസം കൂടിയാണ് വർഷത്തിൽ ഒരിക്കൽ വരുന്ന ഗുരു പൂർണിമ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആരെയൊക്കെ ഈ ഒരു ദിവസം പൂജിക്കാമെന്ന് പറഞ്ഞാൽ, നമുക്ക് ഏതൊരു ദൈവത്തിനെയും പൂജിക്കാവുന്നതാണ്. അതായത് വേദങ്ങൾ നമുക്ക് നൽകിയ വ്യാസ മഹർഷിയെ നമുക്ക് പൂജിക്കാവുന്നതാണ് ഗുരുവായി സങ്കല്പിച്ചുകൊണ്ട്. ആദി ശങ്കരാചാര്യരെ ഗുരുവായി കണ്ടുകൊണ്ട് പൂജ ചെയ്യാം. ഭഗവാൻ ശ്രീകൃഷ്ണനാണ് നമുക്ക് ഭഗവത്ഗീത നൽകിയത്. ശ്രീകൃഷ്ണനെ നമുക്ക് ഗുരുവായി കണ്ടുകൊണ്ട് നമുക്ക് പൂജ ചെയ്യാവുന്നതാണ്. ദക്ഷിണാമൂർത്തിയെ ഗുരുവായി സങ്കല്പിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു പാദപൂജ ചെയ്യാവുന്നതാണ്. അപ്പോൾ പാദപൂജ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ സ്മരിക്കേണ്ടത്, നമുക്ക് അറിവ് പകർന്നു തന്ന മനുഷ്യരായിട്ടുള്ള ഗുരുക്കന്മാരെയല്ല. എന്തുകൊണ്ട് മനുഷ്യരായിട്ടുള്ള ഗുരുക്കന്മാരെ അല്ല എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ, മനുഷ്യന്മാരായിട്ടുള്ള ഗുരുക്കന്മാരെന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും തന്നെ എല്ലാ തരത്തിലുമുള്ള വികാരങ്ങൾക്ക് അടിമപ്പെട്ട മനുഷ്യരാണ്. അതുകൊണ്ടാണ് നമ്മൾ പാദപൂജ ചെയ്യുമ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞ രീതിയിലുള്ള ഗുരുക്കന്മാർ അല്ലെങ്കിൽ സിദ്ധന്മാരെയും ഒക്കെ ഗുരുക്കന്മാരായി കാണുന്ന ഒരുപാട് പേരുണ്ട്. സായിബാബ, രാഘവേന്ദ്ര സ്വാമി, അങ്ങനെ ഏതൊരു ഗുരുവിനെയും സങ്കല്പിച്ചുകൊണ്ട് ഈ ഒരു ഗുരുപൂജ ചെയ്യാവുന്നതാണ്. ഗുരുവിന്റെ ആ പാദങ്ങളെ പൂജിക്കേണ്ട ദിവസം കൂടിയാണ് ഗുരു പൂർണിമ. അപ്പോൾ ഒരു സംശയം തോന്നാം, നമുക്ക് അറിവ് പകർന്നു തന്ന ഗുരുക്കന്മാരെ നമ്മൾ പൂജിക്കണ്ടേ? അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ നൽകിയ ഗുരുക്കന്മാരുണ്ടായിരിക്കും, അവരെ നമ്മൾ പൂജിക്കണ്ടേ എന്നൊക്കെ. അവരെയൊക്കെ നമുക്ക് നേരിട്ട് പോയി കാണാൻ സാധിക്കുന്നവരാണെങ്കിൽ നേരിട്ട് പോയി കാണാവുന്നതാണ്. കണ്ട് അവരുടെ പാദം തൊട്ട് തൊഴാവുന്നതാണ്. നമ്മളെ സ്കൂളിലൊക്കെ പഠിപ്പിച്ച ടീച്ചേഴ്സിന്റെ ഒക്കെ വീട്ടിൽ പോയി അവർക്കൊരു പ്രസന്റ് ഒക്കെ കൊടുത്ത് അവരുടെ പാദ നമസ്കാരം ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ ഏതെങ്കിലുമൊക്കെ ഉള്ള ഘട്ടങ്ങളിൽ നമുക്ക് ഉപദേശം തന്നിട്ടുള്ള ഗുരുക്കന്മാരുണ്ടായിരിക്കാം. അങ്ങനെയുള്ളവരെയൊക്കെ തന്നെ നമുക്ക് നേരിട്ട് വിഷ് ചെയ്യാം, അല്ലെങ്കിൽ ഫോണിലൂടെ. ഇപ്പോൾ എല്ലാവർക്കും ഫോണിലൂടെയാണ് എല്ലാവരും മെസ്സേജസ് അയക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ഫോണിലൂടെ അവർക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ ചിലർക്ക് ഗുരുക്കന്മാർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കണമെന്നുള്ള ആഗ്രഹമുണ്ടായിരിക്കും, ഗുരുവിനോടുള്ള ആ ഒരു നന്ദി പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി. അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ആ ഗുരുവിനെ സ്മരിച്ചുകൊണ്ട് 2 പേർക്ക് അന്നദാനം കൊടുക്കാം. ആ ഗുരുവിന് നമ്മൾ എന്താണോ നൽകാൻ ആഗ്രഹിക്കുന്നത് അതിന് പകരമായിട്ട് ആ ഗുരുവിനെ സ്മരിച്ചുകൊണ്ട് 2 പേർക്ക് അന്നദാനം ചെയ്യാവുന്നതാണ്. അത് ഗുരുവിനും ശിഷ്യർക്കും നല്ല ഫലം നൽകുന്ന ഒന്നാണ്. ഈ ഒരു ദിവസം ദാനം ചെയ്യുന്നതിന് വളരെയധികം പുണ്യം ലഭിക്കും. നമ്മളാൽ സാധിക്കുന്ന രീതിയിൽ ഒരാൾക്കോ 2 ആൾക്കോ അന്നദാനവും ചെയ്യാവുന്നതാണ്. ഗുരുവിന്റെ പാദങ്ങൾ ആര് നമസ്കരിച്ചാലും അവർ ചെയ്ത പാപങ്ങളിൽ നിന്നും അവർക്കൊരു മുക്തി ലഭിക്കും എന്നാണ്. അതെങ്ങനെയെന്ന് പറഞ്ഞാൽ, നമ്മുടെ ജാതകത്തിൽ 6ാം ഭാവമാണ് കർമ്മവിനകളെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ 6ാം ഭാവത്തിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഭാവം എന്ന് പറയുമ്പോൾ 12ാം ഭാവമാണ്. 12ാം ഭാവമാണ് ആ ഒരു കർമ്മവിനകൾക്ക് ഒരു സൊല്യൂഷൻ നൽകുന്ന ഒരു ഭാവം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 12ാം ഭാവം എന്ന് പറയുന്നത് ഗുരുവിന്റെ തിരുവടിയാണ്. അതുകൊണ്ടാണ് ഗുരുവിൽ ആരെല്ലാം ശരണം പ്രാപിക്കുന്നുവോ അവർക്കെല്ലാം തന്നെ കർമ്മവിനകൾ കുറയും എന്ന് പറയുന്നതിന്റെ കാരണം. ഇനി നമുക്ക് എങ്ങനെ വളരെ സിമ്പിളായിട്ട് ഗുരുപാദങ്ങൾ വെച്ച് പൂജ ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഒരു താമരപ്പൂവിന്റെ കോലമാണ് വരയ്ക്കേണ്ടത്. ഇവിടെ 8 ഇതൾ തന്നെ വേണം എന്നൊന്നുമില്ല. കൂടുതൽ ഇതളുകൾ വേണമെങ്കിൽ വരയ്ക്കാവുന്നതാണ്, അല്ലെങ്കിൽ 8 ഇതൾ വരച്ചാൽ മതി. അപ്പോൾ അതിന് മഞ്ഞ നിറത്തിൽ വേണം വരയ്ക്കേണ്ടത്. അരിപ്പൊടിയിൽ കുറച്ച്, അരിമാവിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് മഞ്ഞ നിറത്തിൽ വരയ്ക്കുന്നത് കൂടുതൽ നല്ലതാണ്. അപ്പോൾ ഞാനിവിടെ കാണിക്കുന്നതിൽ 3 നിറങ്ങളുണ്ട്. അപ്പോൾ 3 നിറങ്ങൾ വരച്ചില്ല എന്നുണ്ടെങ്കിൽ പോലും യെല്ലോ കളറിൽ വേണം താമരപ്പൂ വരയ്ക്കേണ്ടത്. അതിനുശേഷം ആ താമരപ്പൂവിന്റെ നടുക്ക് നമുക്ക് സിൽവറിലുള്ള പാദങ്ങൾ ഉണ്ടെങ്കിൽ അത് വെക്കാം, അല്ലെങ്കിൽ അരിപ്പൊടി കൊണ്ട് തന്നെ ഇപ്പോൾ സ്റ്റെൻസിലൊക്കെ ഉണ്ട് പാദങ്ങൾ വരയ്ക്കാനുള്ള. അത് ആ താമരപ്പൂവിന്റെ നടുക്ക്, അതായത് നമ്മൾ ഗുരുവിന്റെ പാദം താമരയ്ക്കുള്ളിലാണ് വെക്കുന്നത്.
അപ്പോൾ അത്രയും കഴിഞ്ഞാൽ പിന്നെ രണ്ട് സൈഡിലായിട്ട് സ്വസ്തിക്കാണ് വരയ്ക്കേണ്ടത്. സ്വസ്തിക്ക് വരയ്ക്കാൻ എല്ലാവർക്കും അറിയാം. ആദ്യം താമരപ്പൂ വരയ്ക്കുക. താമരപ്പൂവിന് നടുക്കായിട്ട് പാദങ്ങൾ വരയ്ക്കുക. രണ്ട് സ്വസ്തിക്ക് രണ്ട് സൈഡിലും വരയ്ക്കുക. ഇതെല്ലാം തന്നെ അരിപ്പൊടി കൊണ്ട് വേണം വരയ്ക്കേണ്ടത്. താമരപ്പൂ മാത്രം യെല്ലോ കളറിലും മറ്റെല്ലാം വെള്ള നിറവും, അതായത് അരിപ്പൊടി. ഈ കർക്കിടക മാസത്തിൽ നമ്മൾ ചെയ്യുന്ന ഗുരുപൂർണിമയ്ക്ക് ഇത്രയധികം ഫലം നമുക്ക് എന്തുകൊണ്ട് ലഭിക്കുമെന്ന് പറഞ്ഞാൽ, കർക്കിടക മാസത്തിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഗുരുഗ്രഹമാണ് വളരെയധികം ബലം കൂടി നിൽക്കുന്നത്. ചൊവ്വാഗ്രഹം നീചത്തിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ചൊവ്വാഴ്ച ചെയ്യേണ്ട പൂജയെക്കുറിച്ച് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കടങ്ങൾ തീർക്കുന്നതിന് വേണ്ടിയാണ് ചൊവ്വാഴ്ച ആ രീതിയിൽ ഒരു പൂജ ചെയ്യുന്നത്. ചന്ദ്രന്റെ സ്വന്തം വീടാണ് കർക്കിടകം രാശി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ചന്ദ്രൻ നമുക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു മാസം കൂടിയാണ് ഈ കർക്കിടക മാസം. ചന്ദ്രൻ എന്ന് പറയുമ്പോൾ മനോകാരകനാണ്. അപ്പോൾ നമ്മുടെ വഴിപാടുകളും നാമജപങ്ങളും ഒക്കെ തന്നെ നമ്മുടെ മനസ്സിന് ബലം വർദ്ധിപ്പിക്കും എന്നുള്ളതാണ്. ഗുരുവിന്റെ ബലം എവിടെയുണ്ടോ അവിടെ കർമ്മവിനകൾ കൊണ്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് സാധിക്കുന്നവരൊക്കെ തന്നെ ഈ രീതിയിൽ വളരെ സിമ്പിളായി തന്നെ ഈ ഒരു പാദപൂജ ചെയ്യാൻ ശ്രമിക്കുക. ഒരു വിളക്ക്, സാധാരണ നമ്മൾ കൊളുത്തുന്ന വിളക്ക് മാത്രം ആവശ്യമുള്ളൂ. കോലം വരച്ചു കഴിഞ്ഞാൽ ഇനി ചെയ്യേണ്ടത് കുറച്ച് വെള്ളപ്പൂക്കൾ എടുക്കുക. പൗർണമി ആയതുകൊണ്ട് തന്നെ വെള്ളപ്പൂക്കൾ, അത് മുല്ലപ്പൂവായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഏതൊരു വെള്ളപ്പൂക്കളും എടുക്കാം. വെള്ളപ്പൂക്കൾ ഇല്ലാത്തവർക്ക് വെള്ളമുത്തുകൾ എടുക്കാം, അല്ലെങ്കിൽ സിൽവർ കോയിൻസ് ഉണ്ടെങ്കിൽ സിൽവർ കോയിൻസ് എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള പൂക്കൾ എടുക്കുക. അപ്പോൾ വെള്ള കളറിലുള്ള ഇതൊന്നും ഇല്ല എന്ന് കരുതി ഇത് ചെയ്യാതിരിക്കേണ്ട ആവശ്യമില്ല. യെല്ലോ നിറത്തിലുള്ള പൂക്കൾ, ജമന്തി പൂക്കളായാലും മതി. എന്ത് പറഞ്ഞാണ് നമ്മൾ അർച്ചന ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഗുരുവടി ശരണം തിരുവടി ശരണം, ഇങ്ങനെ 108 തവണ ചൊല്ലാവുന്നതാണ്. ദക്ഷിണാമൂർത്തിയുടെ അഷ്ടോത്തരമൊക്കെ ചൊല്ലാൻ അറിയാവുന്നവർക്ക് അല്ലെങ്കിൽ മൊബൈലിൽ ഓൺ ചെയ്ത് അത് കേട്ടുകൊണ്ടും ഇരിക്കാവുന്നതാണ്. ദക്ഷിണാമൂർത്തി അഷ്ടോത്തര ശതനാമാവലി എന്ന് എൻ്റർ ചെയ്താൽ മതി. അർച്ചന ചെയ്യുമ്പോൾ 108 തവണയും കുറച്ച് പൂക്കളോ മുത്തുകളോ എന്താണോ നമ്മുടെ കയ്യിലുള്ളത് അത് ആ പാദത്തിലേക്ക് വേണം സമർപ്പിക്കേണ്ടത്. ഗുരുവടി ശരണം തിരുവടി ശരണം. ഇനി നിവേദ്യമായിട്ട് പാൽപ്പായസം ഉണ്ടാക്കാം. വെള്ള നിറത്തിലുള്ള പായസമാണ് ഏറ്റവും നല്ലത്. പാൽപ്പായസം ഉണ്ടാക്കാൻ സാധിക്കില്ല എന്നുള്ളവരാണെങ്കിൽ ഒരു ഗ്ലാസ് പാല് കാച്ചി അതിൽ കൽക്കണ്ടോ പഞ്ചസാരയോ ഇട്ട്, വീട്ടിൽ കുങ്കുമപ്പൂ ഉണ്ടെങ്കിൽ ഒരു 2-3 സ്ട്രാൻഡ്സ് കുങ്കുമപ്പൂ കൂടി ഇടാവുന്നതാണ്. ഈ ഒരു പൂജ ഏതൊക്കെ സമയം ചെയ്യാമെന്ന് പറഞ്ഞാൽ, പൗർണമി തിഥി ഉള്ള ദിവസം ബുധനാഴ്ച രാവിലെ ബ്രഹ്മമുഹൂർത്തം മുതൽ രാത്രി 8 മണി വരെയുള്ള ഏതൊരു സമയത്തും ചെയ്യാം. ഗുരുഹോരയിൽ ചെയ്യുന്നതിന് കൂടുതൽ നല്ല ഫലങ്ങൾ ലഭിക്കുമെന്ന്. ബുധനാഴ്ച ഗുരുഹോര വരുന്നത് രാവിലെ 9 മണി മുതൽ 10 മണി വരെയും വൈകുന്നേരം 4 മണി മുതൽ 5 മണി വരെയുമുള്ള സമയത്താണ്. ഈ ഒരു സമയത്ത് ചെയ്യുന്നത് കൂടുതൽ നല്ലതാണ്. കാരണം ഗുരുഹോര ആയതുകൊണ്ട് ആ ഒരു ടൈമിൽ ചെയ്യാൻ സാധിക്കാത്തവർ ഏത് സമയത്ത് വേണമെങ്കിലും ബ്രഹ്മമുഹൂർത്തം മുതൽ 8-5 വരെയുള്ള ഏതൊരു സമയത്തും ചെയ്യാവുന്നതാണ്. വർഷത്തിൽ ഒരേ ഒരു ദിവസം നമുക്ക് ഗുരുപൂജ ചെയ്യുന്നത് വഴി നമ്മുടെ കർമ്മവിനകൾ കുറഞ്ഞു കിട്ടും. കർമ്മവിനകൾ കുറഞ്ഞു കിട്ടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ തന്നെ മാറിക്കിട്ടും. അതുകൊണ്ട് എല്ലാവരും തന്നെ ഈ ഒരു കാര്യം ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ പലർക്കും സംശയമുണ്ട്, നമ്മൾ എല്ലാ പൗർണമിയിലും ലക്ഷ്മി പൂജ ചെയ്യാറുണ്ട്, അപ്പോൾ അത് ചെയ്യണ്ടേ എന്നുള്ളത്. ഗുരുപൂർണിമയിൽ ഗുരുവിനെ പൂജിക്കുന്നത് വഴിയുള്ള ഫലങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞു. ലക്ഷ്മി പൂജ ചെയ്യണമെന്നുള്ളവർക്ക് ജൂലൈ 28-ാം തീയതി ചൊവ്വാഴ്ച 6 മണിക്ക് ശേഷം, അതായത് 6:18 ശേഷമാണ് പൗർണമി തിഥി ആരംഭിക്കുന്നത്. ആ ഒരു സമയം നോക്കി ലക്ഷ്മി പൂജ ചെയ്യാവുന്നതാണ്. അപ്പോൾ 2 പൂജകളും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇപ്രാവശ്യം പൗർണമി തിഥി ഉള്ളത്. ഒരേ ദിവസം ഒരേ സമയത്ത് തന്നെ രണ്ടും ഒന്നിച്ച് ചെയ്യാതെ 2 പ്രത്യേകം സമയങ്ങളിൽ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വളരെയധികം കോൺസെൻട്രേഷനോടുകൂടി അത് ചെയ്യാനും സാധിക്കും. അപ്പോൾ ബുധനാഴ്ച തന്നെ ചെയ്യണമെന്നുള്ളവർക്ക് ബുധനാഴ്ച രാവിലെ തന്നെ ഗുരുപൂജ ചെയ്ത് സന്ധ്യയ്ക്ക് ലക്ഷ്മി പൂജ ചെയ്യാം. അല്ലെങ്കിൽ ചൊവ്വാഴ്ച സന്ധ്യയ്ക്ക് ലക്ഷ്മി പൂജ ചെയ്ത് ബുധനാഴ്ച ഗുരുപൂജ ചെയ്യാവുന്നതാണ്. അത് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.